ഹലോ ഗൈസ്, ഓപ്പൺ ടോക്സ് മല്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടി വി എസിന്റെ ഒരു ഐക്കോണിക് വണ്ടിയാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നാൽ ഇവനെ പാവപ്പെട്ടവന്റെ വീട്ടിലും പണക്കാരന്റെ വീട്ടിലും ഒരേപോലെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിൽ പലരും ഡ്രൈവിംഗ് ടെസ്റ്റിനും ഇവനെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടി വി എസ് ഈ വണ്ടിയിൽ എന്തൊക്കെ വിശേഷങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് ഈ വണ്ടി തന്നെ സഹായിച്ച കോട്ടയം ടി വി എസ് ആണ്. അവരോടൊരു ബിഗ് താങ്ക്സ് പറയുന്നു. കോട്ടയത്തെ ടി വി എസിന്റെ ഓതറൈസ്ഡ് ഡീലറും അവർ തന്നെയാണ്. ടി വി എസിന്റെ ഏത് സീരീസും, അതായത് RTR സീരീസ്, RR സീരീസ്, IQ സീരീസ്, അതുപോലെ ജൂപ്പിറ്റർ സീരീസ്, അതുപോലെയുള്ള ഏത് വണ്ടികളും അവരുടെ ഫ്രീലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്ന നമ്പറിലോ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം കൂടുതൽ സമയം കളയാതെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട്. TVS XL100 ഇവൻ പലയിടത്തും ഒരു ബംഗാളിയും പലയിടത്തും ഒരു അടിമക്കണ്ണുമാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഒരു പകുതി ഭാഗം എത്തുമ്പം എന്താണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് എല്ലാ വീഡിയോയിലെ പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ തുടങ്ങാം. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മീറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഹാലോജൻ ഹെഡ്ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും ഒരു ക്രോം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹാലോജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ താഴെ നമുക്കൊരു LED DRLs കൊടുത്തിട്ടുണ്ട്. അത് വണ്ടി ഓൺ ആകുമ്പോൾ മാത്രമേ നമുക്കത് തെളിഞ്ഞു വരത്തുള്ളൂ. പിന്നെ നമ്പർ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സസ്പെൻഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ അതിലൊരു ഡസ്റ്റ് പ്രൊട്ടക്ടറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഫെൻഡർ വരുന്ന മെറ്റലാണ്. അതിൽ ചെറിയൊരു എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ താഴത്തെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് സസ്പെൻഷൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് വരുമ്പോൾ നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. 110 mm ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത്. വിത്ത് സിങ്ക്രണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ്. അതായത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റത്തെ നമ്മുടെ TVS വിളിക്കുന്ന പേരാണ്. പിന്നെ നമുക്ക് 16 ഇഞ്ചിൻ്റെ സെഷൻ ടയേഴ്സ് ആണ്. TVSന്റെ തന്നെ ഓൺ ടയേഴ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ട്യൂബ്ലെസ് അല്ല വരുന്നത്, ട്യൂബ് ടയേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് സ്പോക്ക് വീൽസും ആണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ഹോൺ ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഹോണിന്റെ സൗണ്ട് എങ്ങനെയെന്ന് കേൾക്കാം. അത്യാവശ്യം തന്നെ സൗണ്ട് ഉള്ള ഒരു ഹോണാണ് കൊടുത്തത്. പിന്നെ എക്സ്ട്രാ താഴെയായിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഈ സ്പീക്കർ വഴിയാണ് നമ്മൾ സ്റ്റാൻഡൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാൻഡിന് നോയ്സ് വരും. നമുക്കൊന്ന് കേട്ട് നോക്കാം. സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോഴുള്ള നോയ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്പീക്കർ കൂടെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് കിടക്കാം. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടാങ്കിൽ ചെറിയൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. അതേ തന്നെ TVSന്റെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മെറ്റൽ ടാങ്കാണ് വരുന്നത്. 4 ലിറ്ററാണ് ടാങ്കിന്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ വണ്ടി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും നമുക്കൊരു 1/2 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഈ വണ്ടിക്കുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ടാങ്ക് എങ്ങനെ തുറക്കുന്നു നോക്കാം. ടാങ്ക് തുറക്കാൻ നമ്മളിവിടെ താക്കോൽ ഇട്ടിട്ട് ഈ സൈഡിലോട്ട് തിരിച്ചിട്ട് ഇപ്പുറത്തോട്ടൊന്ന് തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്നു വരും. നമ്മുടെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഫ്യൂൽ ലിഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ E20 സപ്പോർട്ടഡ് ടാങ്കാണ് വണ്ടിയുടെ ഫ്യൂലിംഗ് വരുന്നത്. ഇനി നമുക്ക് താഴേക്ക് വരുമ്പം XL100 ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും അതിനോടൊപ്പം തന്നെ ഒരു ഗ്രാഫിക്സും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്ലോർ ബോർഡിലേക്ക് വരുമ്പം പഴയ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ 10% ഇൻക്രീസ് ആണെന്നാണ് TVS ക്ലെയിം ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഗ്യാസുറ്റി കാര്യങ്ങളെല്ലാം കയറും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ചെറിയ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിവിടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പീസിന് ഒരു ഫിറ്റോ ഫിനിഷോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നമുക്കൊരു ഇങ്ങനെ പൊളയുന്ന രീതിയിലുള്ള ഒരു പീസാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ താഴേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു 99.7 cc എയർ കൂൾഡ് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. പിന്നെ ഈ വണ്ടിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിന് സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ് കമ്പനി കൊടുത്തേക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തേക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ, നമുക്ക് കണ്ടമാനം വൈബ്രേഷൻ നമുക്ക് ഈ സീറ്റിലും ഫുഡ് പാക്കിലൊക്കെ വണ്ടി ഒരു 30ന്റെ മേളിൽ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ആ സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സിന്റെ സ്ഥാനത്ത് ഒരു മൾട്ടിപ്പിൾ ഗിയർ ബോക്സ് കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ആ വൈബ്രേഷൻ അവോയ്ഡ് ചെയ്യായിരുന്നു. ഇപ്പം കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ വണ്ടി എരപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഈ ഒരു ഗിയർ ബോക്സ് നമുക്ക് തരുന്നത്. ഇനി ഈ വണ്ടിയുടെ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 4.3 PS പവർ അറ്റ് 6000 RPM, അതുപോലെ തന്നെ 6.5 Nm ടോർക്ക് അറ്റ് 3500 RPM. ഇതൊരു ടോർക്കി ഓറിയന്റഡ് വണ്ടി ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടോർക്ക് പല സമയത്തും നമുക്ക് മിസ്സിംഗ് ആണ്. ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ ഈ വണ്ടി 3-4 പേരെ വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഈ വണ്ടി ഓടിച്ചപ്പം കിട്ടിയിട്ടില്ല. ഇനി അവർ സ്ട്രൈറ്റ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു പലയിടത്തും ഒരു ബംഗാളിയും പലയിടത്തും ഒരു അടിമക്കണ്ണുമാണെന്ന്. പക്ഷേ ഈ കേരളത്തിലെ സിറ്റുവേഷനിൽ ഇത് അങ്ങനത്തെ ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് കിക്കർ വരുന്നുണ്ട്, സെൽഫും വരുന്നുണ്ട്, കിക്കറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ. പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ലോങ് ആയിട്ടുള്ള എക്സോസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അതേ തന്നെ നമ്മുടെ സിംഗാമെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫുഡ് റെസ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സസ്പെൻഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ 110 mm ഡ്രം ബ്രേക്ക് ആണ് കൊടുത്തേക്കുന്നത് വിത്ത് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നെ സ്പോക്ക് വീൽസും ആണ്. പിന്നെ നമുക്ക് 16 ഇഞ്ചിന്റെ സെഷൻ ടയേഴ്സ് ഉണ്ട്. ഫ്രണ്ടിൽ കണ്ടേക്കുന്ന അതേ സെഷൻ ടയേഴ്സും ആണ് ബാക്കി കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാവുന്ന ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റിമൂവബിൾ ആണ്. പിന്നെ താഴേക്ക് വന്ന് നമുക്ക് ബോക്സി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റ്, നമ്മുടെ ഹാലോജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ്, റിഫ്ലക്ടർ, പിന്നെ മഡ്ഗാർഡിന്റെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീറ്റിങ്ങിന്റെ സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫോർട്ട്സ് ആയിരുന്ന സീറ്റ്സ് തന്നെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. 2 സ്പ്ലിറ്റ് സീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ സീറ്റ് നമുക്ക് ഇവിടുത്തെ കീ ഉപയോഗിച്ച് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു 130 പേലോഡ് നമുക്ക് കയറ്റാവുന്നതാണ്. ഇത് പൊങ്ങി പോരുന്നില്ല. നമുക്കിവിടെ ഒരു 130 കിലോയുടെ പേലോഡ് നമുക്കിവിടെ എക്സ്ട്രാ ബോക്സും ഫിറ്റ് കാര്യങ്ങളും ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്.
പിന്നെ ഈ സെഗ്മെന്റിൽ കാണുന്ന എല്ലാ വണ്ടിക്കും ഉള്ള പോലെ തന്നെയുള്ള ചെയിൻ ഡ്രൈവ് ആണ് ഇതിനും കൊടുത്തേക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് 42 ടീത്ത് ഇതിന്റെ ചെയിൻ ഡ്രൈവിന് വരുന്നുണ്ട്. ആ ഒരു കാര്യം എന്തിനാണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ വണ്ടിക്ക് ഒരു ഇനിഷ്യൽ പിക്കപ്പ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ആ ഒരു പിക്കപ്പ് നമുക്ക് പലതവണയും മിസ്സിംഗ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിങ്ങാമെ തന്നെയാണ് ഇതിന്റെ ഫുഡ് റെസ്റ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത്, അതായത് ബാക്കിലത്തെ പില്ലിന്റെ. അത് നമുക്ക് ഈ കട്ടൊക്കെ ചാടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാക്കിൽ ഒരു പില്ലിൻ കംഫോർട്ട് ഈ വണ്ടിക്ക് എന്തായാലും തരാൻ പറ്റുന്നില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് വാണിംഗും വരുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെയാണ്. നമ്മൾ ഓൺ ആക്കിയിട്ട് കണ്ടോ, ഒരു സൗണ്ടോട് കൂടി അതങ്ങ് ഓഫ് ആവുന്നുണ്ട്. അതെന്തായാലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കിനി വണ്ടിയുടെ സ്വിച്ചസിന്റെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇവിടെ ടി വി എസ് ഫാൻസി ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഈ സ്വിച്ചസിന് മീറ്ററിലും കൊടുത്തിട്ടില്ല. നമുക്ക് ബേസിക് സ്വിച്ചസ് തന്നെയാണ്. നമുക്കിവിടെ ഹെഡ് ലാമ്പ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച്, ഡിമ്മിന്റെയും ബ്രൈറ്റ്നസ് സ്വിച്ച്, നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോൺ, ഇപ്പുറത്തേക്ക് വരുന്ന നമ്മുടെ എഞ്ചിന്, ഇഗ്നിഷൻ, സെൽഫ് എല്ലാം കൂടെ ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയ സാധനങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ മീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് അനലോഗ് മീറ്റർ തന്നെ കൊടുത്തേക്കാം. അവിടെ സ്പീഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഓഡോമീറ്റർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, ഡിമ്മിന്റെ ബ്രൈറ്റിന്റെ വാണിംഗ് കാണാൻ പറ്റുന്നുണ്ട്, എഫ് ഐയുടെ വാണിംഗ്. പിന്നെ നമുക്കിവിടെ ഫ്യൂവലിന്റെ വാണിംഗ് കാണുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ എന്തോ ഒരു ഹസാർഡിൻ്റെ ഒരു സൗണ്ട്, എനിക്ക് തോന്നുന്നത് സെൻസറിന്റെ വാണിംഗ് ആണെന്ന് തോന്നുന്നു. നമുക്കിത് ഫ്യൂവൽ ഗേജോ കാര്യങ്ങളൊന്നും മിസ്സിംഗ് ആണ്. നമുക്കിവിടെ ലോ ഫ്യൂവൽ വരുമ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ് കത്തും. ആ ഒരു വാണിംഗ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസിന്റെ സൗണ്ട് എങ്ങനെയൊന്ന് കേട്ട് നോക്കാം. വലിയ ബാസി ആയിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും, അത്യാവശ്യം ക്വയറ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും ഒരു അത്യാവശ്യം സൗണ്ട് കാര്യങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ടി വി എസ് XL 100നെ പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എനിക്ക് ഈ വണ്ടി പേഴ്സണലി ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിലും നമ്മുടെ ബിൽഡ് ക്വാളിറ്റിയും ടി വി എസ് അത്യാവശ്യം നല്ല കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ 82,000 രൂപ ഓൺ റോഡ് കോട്ടയത്ത് ഇറങ്ങുന്ന ഒരു വണ്ടിയാണ്. അത് കാരണം തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഈ പ്ലാസ്റ്റിക് പീസിലൊക്കെ അത്യാവശ്യം ഗ്യാപ്പും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, പല സ്ഥലത്തും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ പല സ്ഥലത്തും വയറിംഗ് എക്സ്പോസ്ഡ് ആണ്. അങ്ങനത്തെ അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ട്. ഒരു 30 കിലോമീറ്ററിന് മേളിലൊക്കെ പോകുമ്പോൾ വണ്ടി കടന്ന് ഇരച്ചിങ്ങനെ വലിച്ച് പോകുമ്പോൾ നമുക്ക് ബോഡിയിലൊക്കെ നമുക്ക് അത്യാവശ്യം വൈബ്രേഷൻ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. കാരണം ഇതെടുക്കുന്നവരാരും നമ്മൾ ഡൂക്കേലോ ഒക്കെ പോകുന്ന പോലെ അത്യാവശ്യം പൊളിച്ചു പോകാൻ വേണ്ടി പോകുന്ന ഒരു വണ്ടിയല്ല. അത്യാവശ്യം ലോഡും കയറ്റി അത്യാവശ്യം വലിപ്പിച്ച് പോകാൻ വേണ്ടിയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി മേളിലോട്ട് കയറ്റിപ്പോൾ ഒരു കുത്തനെ കയറ്റമാണ്. അവിടെ പോലും ഒരു സിംഗിൾ ആളെ വെച്ചുകൊണ്ട് ഈ വണ്ടി വലിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കണ്ടീഷൻ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു വണ്ടിയല്ല ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പോലും നിങ്ങൾ അത്യാവശ്യം സ്ട്രേറ്റ് റോഡൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയെപ്പറ്റി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് ബി ബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.